ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോക്ക് എല്ലാവർക്കും അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് ഫ്രണ്ട്സ് ആയിട്ട് ലോക മൂവി ഞാനും ശ്രീയും ആദ്യം, പിന്നെ ആദ്യത്തെ ചേച്ചിയും കുറച്ച് ഫ്രണ്ട്സും കൂടി ഉണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ കൂടിയാണ്. ശ്രീനെ ഞാൻ കണ്ടിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ അതിന് നല്ല വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ അവളെ കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുകയായിരുന്നു. ഞങ്ങളപ്പോൾ ബസ് കയറിയിട്ടാണ് പോകുന്നത്. ഞാനിവിടെ അളന്തുരുത്തി ബസ് സ്റ്റോപ്പിൽ എന്നെ കൊണ്ടാക്കി തന്നു കുഞ്ഞച്ചൻ. അപ്പോൾ ഞാനിവിടെ വന്നപ്പം ഇവിടെ ശ്രീ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ നിന്ന് ബസ് കയറും. പിന്നെ അവൾ ആദിലക്ഷ്മിയും അവളുടെ ചേച്ചിയും കൂടെ അവിടെ നിന്ന് ബസ് കയറിയിട്ട് അങ്ങനെ നമ്മുടെ ബസ് വന്നപ്പം ആദ്യം അവളുടെ ചേച്ചിയും കൂടെ അതിനകത്ത് ഉണ്ടായിരുന്നു. അവൾക്കാണ് ഈ വീഡിയോയിൽ ഫേസ് കാണിക്കാൻ കുറച്ച് നാളാണ്. അങ്ങനെ നമ്മൾ തൃശ്ശൂർ റൗണ്ടിൽ ചെന്നിറങ്ങി. പിന്നെ അവളുടെ ചേച്ചിയുടെ ഫ്രണ്ട്സ് ഓരോരുത്തരായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ റൗണ്ടിൽ അവിടെ ബസ് സ്റ്റോപ്പിൽ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഞാൻ ഇറങ്ങി നടക്കാൻ തുടങ്ങി. ഇങ്ങോട്ട് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് കൈരളി തിയേറ്ററിലാണ്. ഞാൻ അതുവരെ കൈരളി തിയേറ്ററിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് അവിടെ മൂവി കാണാൻ വേണ്ടി പോകുന്നത്. നാണോ ഇവരെന്താ സെക്യൂരിറ്റികളാ ഉടുപ്പിട്ടിട്ട് ഇവിടെ നടക്കും. പൂക്കള് നോക്കും. എൻ്റെ പൈസ ഇല്ലടി. അങ്ങനെ ഗൈസ്, നമ്മൾ കൈരളി തിയേറ്ററിലെത്തി. അങ്ങനെ തിയേറ്ററിലെത്തി നമ്മൾ അകത്തേക്ക് കയറിയിട്ടാ. പിന്നെ അവളുടെ ചേച്ചിയുടെ ഫ്രണ്ട്സ് കുറച്ച് പേരും കൂടെ വരാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ പുറത്ത് നിന്നപ്പം അവിടുത്തെ ഷോ കഴിഞ്ഞ ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. നമ്മൾ 1 മണിയിലത്തെ ഷോ ആണ് കേട്ടോ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവളുടെ ചേച്ചിയുടെ ഫ്രണ്ട്സ് വരാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം പുറത്ത് നിന്നു. അത് കഴിഞ്ഞപ്പം നമ്മൾ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറി നമ്മൾ മൂവി കാണാൻ വേണ്ടി പോയിരുന്നപ്പം ലൈറ്റ് അപ്പോഴേക്കും ഓഫായി. നമ്മൾ കയറിയിരുന്നത് ലൈറ്റ് അപ്പോഴേക്കും ഓഫായി. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുത്തപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് ഇതിൽ കിട്ടിയില്ല. അങ്ങനെ പെട്ടെന്നായിരുന്നു ഗൈസ് ഇൻ്റർവെല്ലായത്. അങ്ങനെ ഇൻ്റർവെല്ലായപ്പോൾ ഞങ്ങൾ എനിക്ക് ഓടി ഐസ്ക്രീം വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഓടിയത്. അങ്ങനെ ഞങ്ങൾ പോയി ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു. അങ്ങനെ ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞ് നമ്മുടെ മൂവി കഴിഞ്ഞു ഗൈസ്. മൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി സിനിമയായിരുന്നു. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനകത്ത് കല്യാണി പ്രിയദർശൻ്റെ ഒരു ആക്ടിങ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മളിങ്ങനെ ആ മൂവി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മൾ അതുപോലെ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആഗ്രഹിക്കും. ആ മൂവിയിൽ കല്യാണി എങ്ങനെയാണോ അതുപോലെ ആവാൻ വേണ്ടിയിട്ടൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും ആദിലക്ഷ്മിയും ശ്രീയും കൂടെ ഇത് പറഞ്ഞ് നടക്കായിരുന്നു. എടി നമുക്ക് അങ്ങനെ ആവടി, നമുക്കിങ്ങനെ ഒരു ശക്തി കിട്ടിയിരുന്നെങ്കിലോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുക. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി പോയത് കല്യാൺ ജ്വല്ലറിയിലേക്കാണ്. ആദ്യയുടെ ചേച്ചിയുടെ കൂട്ടുകാരിക്ക് എന്തോ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ പരദൂഷണം, ഞങ്ങളിങ്ങനെ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ പിന്നെ പരദൂഷണം പറയണം, അത് ഞങ്ങൾക്ക് മസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഓരോന്ന്. അപ്പോഴേക്കും എൻ്റെ ഫോണിലത്തെ ചാർജൊക്കെ കഴിഞ്ഞ് എൻ്റെ ഫോൺ ചാവാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പാർക്കിലേക്കാണ് പോയത്. എനിക്ക് അങ്ങനെ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചു ചാർജ് കഴിയണ്ടല്ലോ, അമ്മ അങ്ങനെ വിളിച്ച് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഫോൺ എടുത്ത് വെച്ചേക്കായിരുന്നു. പക്ഷേ ഗൈസ്, എൻ്റെ ഫോണിലെ ചാർജ് കഴിഞ്ഞ് എൻ്റെ ഫോൺ ചത്തു. അങ്ങനെ ഞങ്ങളൊക്കെ കുറച്ച് നേരം പാർക്കിലിരുന്ന് സംസാരിച്ചു. അത് കഴിഞ്ഞപ്പം അമ്മ എന്നെ കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിരുന്നു. മമ്മയ്ക്ക് കുറച്ച് സംഭവങ്ങൾ വാങ്ങിക്കണം. അതുകൊണ്ട് മമ്മ തൃശ്ശൂർക്ക് വന്നപ്പം എന്നെയും കൂടെ അവിടെ നിന്ന് പാർക്കിൽ നിന്ന് എടുത്തു. അങ്ങനെ ഞാൻ അവരോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞാൻ മമ്മയുടെ കൂടെ പുറപ്പെട്ടു ഗൈസ്. ഞങ്ങൾക്ക് കുറച്ച് പൂ വാങ്ങണമായിരുന്നു. കാരണം ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട്, ഓണം ഫോട്ടോഷൂട്ട്. നമ്മൾ ഇപ്പോൾ എല്ലാ വർഷവും നടത്തണോണ്ട് നമുക്ക് എന്തായാലും നടത്തണം ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പൂവൊക്കെ വാങ്ങിക്കണമായിരുന്നു. പൂവ്, പിന്നെ ഓർണമെൻറ്റ്സ്, കുറച്ച് മാല, വള, കമ്മൽ, അങ്ങനെയുള്ള സംഭവങ്ങൾ. മാലയും വളയൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് പിന്നെ പോയത് പൂ വാങ്ങിക്കാനാണ്. പൂ നമ്മുടെ വടക്കുന്നാഥൻ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് അവിടെ ഫ്രണ്ടിൽ സൈഡിലായിട്ട് പൂവൊക്കെ വിൽക്കാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ കയറി പൂവൊക്കെ വാങ്ങിച്ചു. പൂക്കൾ ഇടാൻ വേണ്ടിയിട്ടാണ്, ചെറിയ രീതിയിൽ പൂക്കൾ അങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ അവിടെ ഇരുന്നിട്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ അങ്ങനെ പൂക്കൾ വാങ്ങിച്ചു. പിന്നെ തൃക്കാക്കരപ്പനൊക്കെ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി നമ്മളിനി പിന്നെ തലയിൽ വെക്കണ പൂ വാങ്ങണമായിരുന്നു. അത് നമ്മൾ ഇങ്ങനെ ഒരു റോസ് പൂവിൽ തുളസിയൊക്കെ ചുറ്റിട്ടുള്ളൊരു പൂവുണ്ട്, നല്ല രസമാണ് തലയിൽ വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ അതൊക്കെ വാങ്ങി നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. മമ്മയ്ക്കൊരു ആഗ്രഹം പൊറോട്ടയും മുട്ടക്കറിയും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ നേരെ അക്ഷയ. പൊറോട്ട എനിക്ക് ഹെവി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ചപ്പാത്തി മതി. അങ്ങനെ ചപ്പാത്തിയും മുട്ടക്കറിയും കോഫിയും കൂടെ ഓർഡർ ചെയ്ത് അങ്ങനെ ഞങ്ങളത് അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് നേരെ വീട്ടിൽ പോവാണ്. ഇനി വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും. ടാറ്റാ.